കേരളത്തിന് ക്യാപ്റ്റൻ വീണ്ടും ഒരു തള്ളങ്ങ് തള്ളിയിട്ടുണ്ട്. ദുരന്തങ്ങളിലൊന്നും പതറിയിട്ടില്ല കേരളം. പക്ഷേ അത് കേന്ദ്രം സഹായിച്ചതുകൊണ്ടല്ല എന്നാ പറയുന്നത്. ഈ പറയുന്നത് മുഴുവൻ ശുദ്ധ അസംബന്ധമാണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോഴത്തെ ഈ തള്ള എന്തിനു വേണ്ടിയിട്ടായിരിക്കും? കേരളത്തിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ദുരന്തം എന്നുള്ള നിലക്കുണ്ടാകുന്നത് അടുത്ത ഈ സർക്കാർ വന്നതിന് ശേഷം നിപ്പ വൈറസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന പ്രശ്നമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ആ കാലഘട്ടങ്ങളിൽ നിപ്പ വൈറസിനെ ചെറുക്കാൻ വേണ്ടി നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണെങ്കിലും കൃത്യമായ മോണിറ്ററിംഗ് നടത്തുകയും അതിൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തേണ്ടതായിട്ടുള്ള എല്ലാ ശ്രദ്ധയും എല്ലാ സർക്കാരിനോടുള്ള അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാടും സ്വീകരിച്ചത് കൊണ്ടാണ് അതിനെ തടയാനും അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകാനും ആ സമയത്ത് കഴിഞ്ഞത്. പിന്നെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുന്നണി ആ സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പിൽ ചെയ്യുന്ന ഒരു കാര്യത്തെ ഏതെങ്കിലും തരത്തിൽ കുറച്ച് കാണിക്കേണ്ട ഒരു ആവശ്യം കേന്ദ്ര ഗവൺമെൻറ്റിനില്ല. കാരണം സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടത്തുന്ന പ്രവർത്തനമാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനമാണെങ്കിലും അത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ നടപടിയുടെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിമർശനാത്മകമായ നിലപാട് സ്വീകരിക്കേണ്ട ആവശ്യം കേന്ദ്ര ഗവൺമെന്റിനില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കേരളം തകരട്ടെ അല്ലെങ്കിൽ നശിച്ച് നാരായണക്കല്ല് എടുക്കട്ടെ എന്നുള്ള ഒരു നിലപാട് കേന്ദ്രത്തിന് ഒരിക്കലും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം BJPയെ സംബന്ധിച്ച് കേരളം പിടിക്കുക എന്നുള്ളത് ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിലെല്ലാം കൃത്യമായിട്ട് ഫണ്ട് കൊടുത്തിട്ടുണ്ടാകും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കണക്കുകൾ ചോദിക്കുമ്പോൾ കണക്കുകൾ കൊടുക്കാനില്ല എന്ന് പറയുന്നുണ്ട്. കണക്കുകൾ കേരളത്തിന് വെക്കാനില്ല. ഇപ്പോൾ പ്രതിസന്ധികളിലൊന്നും പതറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ശരിയാണ്. പ്രതിസന്ധികളിലൊന്നും നമ്മൾ അങ്ങനെ തളർന്ന് നിന്ന് പോയിട്ടൊന്നുമില്ല സംസ്ഥാനം എടുത്തു നോക്കുകയാണെങ്കിൽ. പക്ഷെ കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടാതെ ഇല്ലല്ലോ. അല്ല, ഞാൻ അതുകൊണ്ടാണ് ആ മറ്റേ മറ്റേ വൈറസിന്റെ പ്രശ്നത്തിലേക്ക് തുടങ്ങിയത്. അത് ഈ സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ആദ്യത്തെ ഗവൺമെന്റ് പ്രശ്നമായിരുന്നു. രണ്ടാമതുണ്ടായത് പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ പ്രളയ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനം സ്വന്തമായി ഏതെങ്കിലും ഒരു ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എത്രയോ കാലങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയമാണ്. കേന്ദ്ര ഗവൺമെൻറ് പ്രളയത്തിൽ നിന്ന് കരകയറാൻ വേണ്ടി കൊടുത്തിട്ടുള്ള പണത്തിന് NDRFൻ്റെ ഭാഗമായി കൊടുത്തിട്ടുള്ള പണത്തിനേക്കാൾ അപ്പുറത്ത് സംസ്ഥാന ഗവൺമെൻറ്റിന് പണം ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംസ്ഥാന ഗവൺമെൻറ് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ല, അതിന് കഴിഞ്ഞിട്ടുമില്ല. ആകെ അന്നുണ്ടായൊരു പ്രധാനപ്പെട്ട ആരോപണം നമുക്കെല്ലാം അറിയാമല്ലോ. ഗൾഫിൽ നിന്ന്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ നിന്ന് കേരളത്തിന് ഒരു വലിയ സാമ്പത്തിക സഹായം കിട്ടാനുണ്ടായിരുന്നു. അത് കേന്ദ്ര ഗവൺമെൻറ് തടയാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു വലിയ ആരോപണം. അതായത് ഏതാണ്ട് 750 കോടി രൂപയുടെ വലിയ ഒരു പ്രളയ സഹായം കിട്ടാനുള്ളത് തടഞ്ഞു. അങ്ങനെ സംസ്ഥാനത്തിന് ഫണ്ട് വേറൊരു രാജ്യത്തുനിന്ന് സ്വീകരിക്കാൻ കഴിയില്ല എന്ന മാനദണ്ഡങ്ങൾ നിലനിൽക്കുമ്പോൾ ആ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് ഞങ്ങൾക്ക് സഹായം തന്നില്ല, കിട്ടിയില്ല, വാങ്ങാൻ കേന്ദ്ര ഗവൺമെൻറ് എതിർത്തു എന്നാണ് പറയുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് അല്ല എതിർക്കുന്നത്, RBI ആണ് എതിർക്കുന്നത്. മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് വിദേശത്തുനിന്ന് പണം സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് കഴിയില്ല, ഭരണഘടനാപരമായി കഴിയില്ല എന്നുള്ളത്. അത് നിയമപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതിനെയാണ് രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ബാക്കി വികസന ഫണ്ടിലേക്ക് ഞാൻ വരാം. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര ഗവൺമെൻറ് 2 ഘട്ടങ്ങളിലായി 260 കോടി രൂപ, 520 കോടി രൂപയും പിന്നെ ഒരു 23 കോടി രൂപയും ചേർത്ത് 544 കോടി രൂപയോളമാണ് കേരളത്തിന് ആകെ കൊടുത്തിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് അതിൽ കഴിഞ്ഞ 160 വീടുകൾ വെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടക്കം ചെലവഴിച്ചു എന്ന് പറയുന്നത് 80 കോടിയോളം രൂപയാണ്. വെറും 80 കോടിയോളം രൂപ. സ്വാഭാവികമായും അതിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഏതാണ്ട് 740 കോടി രൂപ ഇരിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത പണമുണ്ട്. ഇത് രണ്ടും കണക്കാക്കിയാൽ വയനാട്ടിൽ മൊത്തമുണ്ടായിട്ടുള്ള നഷ്ടങ്ങളാണെങ്കിലും പുതുതായി നിർമ്മിക്കേണ്ടതാണെങ്കിലും വില്ലേജ് നിർമ്മിക്കുന്നതിനാണെങ്കിലും പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിലും സ്കൂള്, കോളേജ്, ആശുപത്രി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത പണം മാത്രം മതി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തൊട്ടിട്ടില്ല അപ്പോഴും. എന്നിട്ടാണ് പറയുന്നത്, ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇലക്ട്രിസിറ്റി ബോർഡിന് 10 കോടി രൂപ കൊടുത്തിട്ടുണ്ട് ഈ സംസ്ഥാന സർക്കാർ. ഇലക്ട്രിസിറ്റി ബോർഡിലെ വൈദ്യുതി അവിടെ ഉപയോഗിച്ചു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് 10 കോടി രൂപ ഈ കേന്ദ്രം കൊടുത്ത ഫണ്ടിൽ നിന്ന് കൊടുത്തു. NDRF SDRF ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുത്തു. സംസ്ഥാനത്തെ പല വകുപ്പുകളും, ഉദാഹരണത്തിന് ഊരാളുങ്കൽ സൊസൈറ്റി അടക്കമുള്ള പല സംവിധാനങ്ങളും
ഈ തരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ബെനിഫിഷ്യറീസായി പണം എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. മാർച്ച് 1-ാം തീയതിയാണ് അവിടുത്തെ ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം നടന്നത്. അങ്ങനെ ഉദ്ഘാടനം നടന്നതിന് ശേഷം ഇന്ന് അവിടെ വാസയോഗ്യമായ ഏതെങ്കിലും ഒരു വീട് ഒരു സാധാരണക്കാരന് അലോട്ട് ചെയ്ത് താക്കോല് കൈമാറിയിട്ടുണ്ടോ? താക്കോലിൻ്റെ പടം കാണിച്ച് ഉദ്ഘാടനം നടത്തി എന്നുള്ളത് ഒഴിച്ചാൽ അവിടെ ഏതെങ്കിലും ഒരാൾക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ടും അവിടെ കയറി താമസിക്കാൻ വേണ്ടി കഴിയുന്നില്ല, പണി പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ ഉദ്ഘാടനം നടത്താൻ വേണ്ടി മാത്രമാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി മറ്റ് ഘടകങ്ങളിലേക്ക് കൂടി വന്നാൽ, ഉദാഹരണത്തിന് ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. 28 റോഡുകളുടെ ഉദ്ഘാടനം നടന്നപ്പോൾ മന്ത്രിമാർ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞ് തീരുമാനിച്ച് മാറിയുന്നു. കേരളത്തിലേക്ക് നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5400 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ചിലവാക്കുന്നു എന്ന് പറയുന്നത്. 68,000 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് ചിലവാക്കിയത്. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം, റെയിൽവേ സ്റ്റേഷനുകൾക്ക് വേണ്ടി 10 വർഷക്കാലത്തിനുള്ളിൽ മാറ്റമുണ്ടായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകൾ മാത്രം നോക്കിയാൽ മതി. ലൈൻ ഇരട്ടിപ്പിക്കലിൻ്റെ കാര്യത്തിൽ, വൈദ്യുതീകരണത്തിൻ്റെ കാര്യത്തിൽ, പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ, ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ, പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ, വന്ദേ ഭാരത്, അമൃത ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ റെയിൽവേ എടുത്തിട്ടുള്ള നിലപാടുകൾ എല്ലാം അതിനനുകൂലമാണ്. ഒരു ഭരണകൂടം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ? അതിൻ്റെ പേരിൽ ഒരു വാഗ്വാദം നടത്തേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? അതാണ് ഞങ്ങളും ചോദിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് അതല്ലേ, സംസ്ഥാന ഗവൺമെൻറ്റിന് എന്താണോ ആവശ്യമുള്ളത് അത് ആവശ്യപ്പെട്ടാൽ ആ നിമിഷം തന്നെ അത് അംഗീകരിച്ച് കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിന് എയിംസ് കിട്ടിയില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകൾ പോയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ട് എയിംസ് കിട്ടാത്തതാണോ, കേന്ദ്ര ഗവൺമെൻറ് മനഃപൂർവ്വം ഇല്ലാതാക്കുന്നതാണോ, എന്താണെന്നുള്ളത് പരിശോധിക്കണ്ടേ, ജനങ്ങളോട് പറയണ്ടേ? കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞല്ലോ, എത്രയോ ഘട്ടങ്ങളിൽ പറഞ്ഞു, സംസ്ഥാനത്ത് നിന്ന് അനുവദിച്ച് കൊടുക്കേണ്ട സ്ഥലമുണ്ട്. ഏത് സ്ഥലത്താണ് ഇത് വരേണ്ടത്, അതിനുള്ള ഫെസിലിറ്റി ഉണ്ടോ? ആ എയിംസ് അനുവദിക്കണമെന്നുണ്ടെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സ്ഥലത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കണം. ആ ലഭ്യത ഉറപ്പാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ഇതേവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എയിംസ് വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. എയിംസ് 2024 അനുവദിച്ച് കിടക്കുന്നതാണ് കേരളത്തിന്. 2024 കേരളത്തിന് എയിംസ് അനുവദിച്ച്, കേരളം അടക്കമുള്ള കേരളത്തിനും കർണാടകത്തിനും എയിംസ് അനുവദിച്ച് കിടക്കുകയാണ്. 2 എയിംസുകൾ അനുവദിച്ച് കിടക്കുന്നതാണ്. അതിൻ്റെ സ്ഥലം അലോട്ട്മെൻറ്റ് നടത്തി അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്താൽ എയിംസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിന് ബജറ്ററി അലൊക്കേഷൻ്റെ ആവശ്യമില്ല. ഉദാഹരണത്തിന് ശബരി റെയിൽപാത എത്രയോ കാലങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് എന്നതാണല്ലോ സർക്കാരിൻ്റെ ആരോപണം. ആ ശബരി റെയിൽപാത വീണ്ടും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി 3900 കോടി രൂപ വിലയിരുത്തിയില്ലേ? എത്രയോ വലിയ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാന സ്ഥലമെടുത്ത് കൊടുക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കണം. 40 കൊല്ലമാണ് ആലപ്പുഴയിലെയും കൊല്ലത്തെയും ബൈപ്പാസുകൾ പണി പൂർത്തിയാക്കാതെ കിടന്നത്. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ പ്രജിത് ചോദിച്ചതുപോലെ അതൊരു കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ടതില്ലേ? ആണ്. 40 കൊല്ലമായിട്ട് കൊടുത്തില്ലല്ലോ, 30 കൊല്ലമായിട്ട് കൊടുത്തില്ലല്ലോ. കേരള ഗവൺമെൻറ്റിന് പണം സർ, കിട്ടുന്ന ആ ചോദ്യം ശരിയാണ്. 30 കൊല്ലമായി കൊടുത്തില്ല, 40 കൊല്ലമായി കൊടുത്തില്ല എന്ന് പറയുന്നു. പക്ഷേ ഭരിക്കാൻ ആർജവമുള്ള ഒരു സർക്കാർ ഉള്ളപ്പോൾ അത് അതുകൊണ്ട് കൊടുത്തില്ലല്ലോ, അതുകൊണ്ട് ആ ഒരു കാര്യം കൊണ്ട് പിന്നീട് വൈകിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? 30-40 കൊല്ലത്തിനിടയിൽ LDFൻ്റെ 4 സർക്കാരുകളും UDFൻ്റെ 5 സർക്കാരുകളും മാറി മാറി വന്നു. BJP ആ ഘട്ടങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഭരിച്ചിട്ടേ ഇല്ല. ആകെ ഒരു 4 വർഷക്കാലമാണ് ഭരിച്ചത്. അപ്പോഴും കിട്ടിയിട്ടില്ല. ഈ മുന്നണികൾ ഒരുമിച്ച് ഭരിച്ച് 10 കൊല്ലക്കാലം ഒരുമിച്ച് ഭരിച്ചല്ലോ. UDF LDF 9 മന്ത്രിമാരെ കേരളത്തിൽ വെച്ചുകൊണ്ട് ഭരിച്ചില്ലേ? കേരളത്തിൽ നിന്ന് 9 മന്ത്രിമാരല്ലേ UPA മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്? അപ്പോഴും കിട്ടിയില്ലല്ലോ. ഫണ്ട് അലോക്കേറ്റ് ചെയ്തില്ലല്ലോ, നടപ്പാക്കിയില്ലല്ലോ. സർ, ഞാൻ അതാണ് ചോദിച്ചത്. അങ്ങനെ കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ ഭരിക്കുന്നത് BJP സർക്കാരാണ്. അപ്പോൾ ഈ കഴിഞ്ഞു പോയ വർഷങ്ങൾക്കിടയിൽ അത് അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് BJPക്ക് നേട്ടമായി മാറും. സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ എത്രയോ കാലങ്ങളായി പറയുന്നു, കേരളത്തിൻ്റെ എല്ലാ വികസന പദ്ധതികളിലും എല്ലാ നടപടികളിലും കേരള ഗവൺമെൻറ് ഉയർത്തുന്ന ആരോപണങ്ങൾ പച്ചക്കള്ളമാണ്. അതിൻ്റെ കാരണം തെറ്റായ വിവരങ്ങൾ ജനങ്ങളോട് പറയലാണ്. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോയി ഞങ്ങൾ ആർട്ടിക്കിൾ 131 പ്രകാരം ഞങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ കേസ് കൊടുത്തു, ഞങ്ങൾ കേന്ദ്രത്തെ വിറപ്പിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. കോടതിയിൽ കേസ് പറഞ്ഞപ്പോൾ അഭിഭാഷകൻ എന്താ പറഞ്ഞത്? ഞങ്ങൾ പണം കിട്ടാത്തതിന് വേണ്ടിയല്ല കോടതിയിൽ വന്നിട്ടുള്ളത്, കടം വാങ്ങാൻ പരിധി ഉയർത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. 26,000 കോടി രൂപ പരിധി ഉയർത്തണം എന്നാണ് ആവശ്യപ്പെട്ടത്. 13,800 കോടി രൂപ ആ ആഴ്ചയിൽ തന്നെ കോടതിയിൽ സമ്മതിച്ച് അനുവദിച്ചു കൊടുത്തില്ലേ? അപ്പം കടത്തിൻ്റെ പരിധി ഉയർത്താനാണ് കോടതി പോയത്, അല്ല കേന്ദ്ര ഗവൺമെൻറ് തരാനുള്ള പൈസ തരാൻ വേണ്ടിയിട്ടല്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിലാണ്.
ഇത്രയും വലിയ കള്ളത്തരം പറയാൻ ഒരു സാമാന്യ മര്യാദ ഒരു സർക്കാർ കാണിക്കേണ്ടേ, അതൊരു സംസ്ഥാന സർക്കാർ. കേന്ദ്ര ഗവൺമെന്റ് കാലാകാലങ്ങളിൽ കൊടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ പണത്തിന്റെ കണക്കുകൾ ഇപ്പൊ പഴയതുപോലെ അല്ലല്ലോ പ്രജിത. നേരത്തെ പണം കൊടുത്താൽ 5, 6, 8, 10 വർഷം കഴിയുമ്പോഴാണ് അതിൻ്റെ കണക്കുകൾ സബ്മിറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്തുന്ന സംസ്ഥാനമാണ്, രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് ഇന്ന് നടക്കുന്ന എല്ലാം ടെക്നോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ചേഞ്ചസ് ആണ്. അവിടെ ഈ വർഷത്തെ കണക്കുകൾ ഈ വർഷം തന്നെ പൂർത്തിയാക്കണം. ഈ വർഷത്തെ കണക്കുകളുടെ ബാലൻസ് ഷീറ്റ് ഈ വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്യണം. സംസ്ഥാന സർക്കാർ 2 വർഷം കഴിഞ്ഞും 3 വർഷം കഴിഞ്ഞും കണക്ക് കൊടുക്കുന്നില്ല. കിട്ടിയ പണത്തിൻ്റെ കണക്ക് കൊടുക്കുന്നില്ല. കിട്ടിയ പണത്തിൻ്റെ കണക്ക് കൊടുക്കാതെ എങ്ങനെയാണ് അടുത്ത വർഷത്തെ ഫണ്ട് അലോക്കേഷൻ നടക്കുക? ഇപ്പോൾ കേരളം ലാപ്സാക്കുന്നത്, കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായി പ്രഖ്യാപിക്കുന്ന ഫണ്ടുകൾ കേരളം ലാപ്സാക്കുന്നത് 60% മേലെയാണ്. 1000 കോടിയുടെ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി കിട്ടാനുണ്ടെങ്കിൽ 600 കോടിയോളം രൂപ ഓരോ പദ്ധതിയും ലാപ്സാക്കാണ് ആ സാമ്പത്തിക വർഷം. ഒരു സാമ്പത്തിക വർഷത്തിലേക്ക് അലോട്ട് ചെയ്യപ്പെടുന്ന പണം ഉപയോഗിച്ച് തീർന്നില്ലെങ്കിൽ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റിൽ അത് ലാപ്സായി എന്നാണ് കണക്ക്. ആ പണം ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ പണം ഉപയോഗിക്കാൻ പദ്ധതികളിൽ കഴിയാത്തതിന്റെ ഭാഗമായി എത്രയോ പദ്ധതികൾ മുടങ്ങിപ്പോകുന്നു, പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നു. കൃത്യമായ അലോക്കേഷൻ നടത്തിയാൽ, കൃത്യമായ ഫണ്ട് അലോക്കേഷൻ നടത്തുന്ന പദ്ധതികൾക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. സംസ്ഥാനത്തിന് അതാണ് പരാജയം. ഇപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? പെൻഷൻ ഫണ്ട് ബോർഡും അതുപോലെ തന്നെ കിഫ്ബിയുമാണ്. കിഫ്ബി വഴി വികസനം നടത്തുമെന്ന് സർക്കാർ പറയുന്നത്. കിഫ്ബി ഉണ്ടാക്കിയിരിക്കുന്നത് വികസനം നടത്താനല്ല, സർക്കാരിന് ബജറ്റേതര വരുമാനത്തിൻ്റെ ഭാഗമായി ബജറ്റേതര ലോൺ എടുക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥാപനമാണ് കിഫ്ബി. കിഫ്ബി എന്ന് പറയുന്നത് വികസനം നടത്താൻ സർക്കാരിൻ്റെ ബജറ്റിൽ വികസന പദ്ധതികളിൽ അടുത്ത കാലത്തങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? എന്താ പ്രഖ്യാപിക്കാത്തത്? ഫണ്ടില്ല, സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല, ബജറ്റിൽ അലോക്കേറ്റ് ചെയ്യാൻ പണമില്ല. പിന്നെ എവിടെ നിന്നാണ് എടുക്കുന്നത് ഈ പണം? കിഫ്ബി ലോൺ എടുക്കുന്നതാണ്. കിഫ്ബി എങ്ങനെയാണ് ലോൺ എടുക്കുന്നത്? കിഫ്ബി ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് ലോൺ എടുക്കുകയാണ്. ആ കമ്പനി ലോൺ എടുക്കുന്നത് പൊതുകടത്തിൻ്റെ ഭാഗമാവില്ല എന്നാണ് പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ ആകെ GDPയുടെ 3% മാത്രമേ ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയൂ. 0.5% കൂടി കൂടുതലെടുക്കാം. അത് എല്ലാ സംസ്ഥാനത്തിനും ചെയ്യാം. 3.5% വരെ കേന്ദ്ര സർക്കാരിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും കൂടി അനുമതിയോടുകൂടി കടമെടുക്കാം. കേരളം എടുത്തിട്ടുള്ള 5% കൂടുതലാണ്, 1.5% കൂടുതലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ എടുത്തിട്ടുള്ള ഒരു സംസ്ഥാനവും ഈ രാജ്യത്തില്ല. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്രം കൊടുക്കുന്ന പണം ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഉപയോഗിച്ചതിൻ്റെ കണക്കുകൾ കൊടുക്കുന്നില്ല. ഇനി വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ബജറ്റ് അലോക്കേഷൻ്റെ ഭാഗമായിട്ടാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് എല്ലാ പദ്ധതികൾക്കും, ഇപ്പം ഇന്നലെ പ്രധാനമന്ത്രി ഈ ഗൾഫ് യുദ്ധവുമായി ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇറാൻ അമേരിക്ക ഇസ്രായേൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മുഖ്യമന്ത്രിമാരുടെയും യോഗം വിളിച്ച സമയത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണ്? കോവിഡ് കാലഘട്ടത്തിൽ സംസ്ഥാനങ്ങളുടെ പിന്തുണയോടുകൂടി ആ സാഹചര്യത്തെ മുന്നേറി, രാജ്യം ഒറ്റക്കെട്ടായി മുന്നേറിയതുപോലെ തന്നെ ഈ സാഹചര്യത്തെ നേരിടണമെന്നാണ്. നമ്മുടെ സംസ്ഥാനം എന്താ ചെയ്യുന്നത്? നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാർ ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞ് നിരന്തരമായി പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ആളുകൾക്ക് ഗ്യാസ് ഇല്ലാത്തതിൻ്റെ പേരിൽ കുടുംബങ്ങൾക്ക് ഗ്യാസ് കിട്ടാത്ത സാഹചര്യമായിട്ട് വാണിജ്യ ഗ്യാസുകളിൽ സിലിണ്ടറിൽ കുറവാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലാതെ പൂർണ്ണമായും നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. സിലിണ്ടർ കൊടുക്കുന്നത് നിർത്തിവെക്കുന്ന സാഹചര്യം കേന്ദ്ര ഗവൺമെൻറ് ഒരു ഘട്ടത്തിലും പ്രഖ്യാപിച്ചിട്ടില്ല. തെറ്റായ പ്രചരണം നടത്തുക. നമ്മുടെ സംസ്ഥാനത്തും തൊഴിലാളികൾ അന്യ സംസ്ഥാനത്തേക്ക് പോയ സമയത്തുണ്ടായിട്ടുള്ള തൊഴിലാളികളുടെ ദൗർലഭ്യമുണ്ട്. അതിനെ കണക്കാക്കിക്കൊണ്ട് ഇതൊരു സാഹചര്യമായി എടുത്ത് ഇതിൻ്റെ പേരിൽ പ്രചരണം നടത്തുക. അതിനപ്പുറത്തേക്കൊന്നുമില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് കേന്ദ്രത്തിനെതിരെ ആരോപണം ഉന്നയിക്കുക. വയനാട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ കണക്കുകൾ നിരത്തി സംസാരിക്കാൻ തയ്യാറാവട്ടെ സർക്കാർ. കേന്ദ്ര ഗവൺമെൻറ് തന്ന പണത്തിൻ്റെ കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ പണത്തിൻ്റെ കാര്യത്തിലും അതിലാകെ ചെലവാക്കിയ പണത്തിൻ്റെ കാര്യത്തിലുള്ള കണക്കുകൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവട്ടെ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ധവളപത്രം പുറപ്പെടുവിക്കട്ടെ. കേന്ദ്രം തന്ന പണം എത്രയാണെന്ന് മനസ്സിലാവുമല്ലോ, സംസ്ഥാനത്ത് കയ്യിലിരിക്കുന്ന പണം എത്രയാണെന്ന് മനസ്സിലാവുമല്ലോ. നിലവിൽ സംസ്ഥാനത്ത് 1000 കോടിയിലധികം രൂപ ആ ഫണ്ടിൽ അക്കൗണ്ടിലുണ്ട്, സർക്കാരിൻ്റെ കയ്യിലുണ്ട്. എന്താ ചെലവാക്കാൻ കഴിയാത്തത്? എന്താ നടപ്പാക്കാൻ കഴിയാത്തത്?